ഈ അംഗനവാടിയിലാണ് മറ്റിപ്പോൾ ഞാൻ പങ്കെടുത്ത അംഗനവാടികളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ആണെങ്കിലും മറ്റു മാതാപിതാക്കളുടെ ആണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒക്കെ പങ്കാളിത്തമുള്ളൊരു അംഗനവാടിയാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ അറിയാം വെൽഫെയർ കമ്മിറ്റിയുടെയും മെമ്പർമാരുടെ ഇടപെടലുകളാണ്. രണ്ട് മെമ്പർമാരുടെ ഇടപെടലുകൾ തന്നെയാണ്. അതുപോലെ ടീച്ചർമാരുടെ ഏറ്റവും നല്ല പ്രവർത്തനം തന്നെയാണ് ഇങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടാവാനായിട്ട് സാഹചര്യം ഒരുക്കിയത്. എന്തായാലും ഇന്ന് നമുക്കറിയാം ഗവൺമെൻറ് തലത്തിൽ 30-ാം തീയതി പ്രവേശനോത്സവം നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഒരേ സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ എനിക്ക് ഒരു 9 സ്ഥലത്ത് പോകേണ്ടതാണ്. അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ എത്തി, ബാക്കിയുള്ള സ്ഥലമൊക്കെയാണ് വിട്ടുകളയാതെ കാരണം കമ്മിറ്റി കൂടി ഉണ്ടെന്ന്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴൊക്കെ നമുക്കറിയാം ഈ അംഗനവാടികളിൽ ഇതിന് 2000 കാലഘട്ടത്തിലൊക്കെ അംഗനവാടികളൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ നമ്മുടെ സമീപത്തുള്ള കുട്ടികളെയൊക്കെ പറഞ്ഞു വിടാനായിട്ട് അമ്മമാർക്കൊക്കെ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അവിടെ എന്താണ് അതിന് അവിടെ അത്ര വാടക കെട്ടിടമൊക്കെയാണ്. ഇപ്പം എല്ലാവർക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച എല്ലാവിധ സൗകര്യങ്ങളും അംഗനവാടികളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സമൂഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അംഗനവാടികളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടാനായിട്ട് എല്ലാവർക്കും സന്തോഷമാണ്. അവിടെ നിന്ന് കിട്ടുന്ന അടിസ്ഥാന എന്താ പറയുക പഠനത്തിലാണെങ്കിലും മറ്റു കളികളിലാണെങ്കിലും അവരുടെ കുട്ടികളുടെ ബുദ്ധി വളരെയധികം ഇന്ത്യൻ എന്താ പറയുക വളരുന്ന പ്രായത്തിൽ അവർക്ക് കിട്ടുന്ന ഈ അറിവ് ഏറ്റവും സഹായകരമാകും. അല്ലെങ്കിൽ നല്ല കാര്യമാണെന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടികളെ അംഗനവാടിയിലേക്ക് കൂടുതൽ വിടുന്നതിന് എല്ലാവരും